ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മോനെ, എനിക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ വിഷമം തോന്നുന്നത്. വലിയ അപകടത്തിലേക്ക് നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ എനിക്ക് മനസ്സിലാവും പോലെ ചിലപ്പോൾ നിങ്ങൾ വലിയവർ എന്ന് വിചാരിക്കുന്നവർക്ക് പോലും മനസ്സിലായിക്കോണമെന്നില്ല. അതൊക്കെ ഓരോ കാലത്ത് ഓരോ മനുഷ്യന് പടച്ചോൻ കൊടുക്കുന്ന തൗഫീഖാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇപ്പം ഈ സമസ്തയിൽ ഇപ്പം നടന്ന എല്ലാ കാര്യവും ഞാൻ പറഞ്ഞതല്ലാത്തൊരു കാര്യവും സമസ്തയിൽ നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതൊക്കെ ഉദാഹരണം പറയാം. CIC സിലബസിൽ വഹാബിയത്തും ജമാഅത്തെ ഇസ്ലാമിയും കടന്നുകൂടിയിട്ടുണ്ട്. അതിനെ നിയന്ത്രിക്കണമെന്ന് ആദ്യമായി പറഞ്ഞത് 2022 ഞാനാണ്. നിങ്ങൾക്കറിയാലോ, 2022 ഞാനത് പറഞ്ഞു. അപ്പോൾ SKSFന്റെ കുറച്ച് നേതാക്കന്മാരും അല്ലാത്തവരും നിങ്ങളപ്പം ബാല്യക്കാർ ഒക്കെ ഇങ്ങക്കെതിരെ തെറി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അത് ഷെയ്ഖ് പിന്നെന്താ പറയുക, അബൂബക്കർ അസ്റത്തിന്റെ സ്ഥാപനത്തിന് ചീത്ത പറഞ്ഞു, കുറ്റം പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഭയങ്കരം പറഞ്ഞു. ഞാൻ ഒന്നും മുണ്ടിയില്ല. കാരണം ഇതുപോലേക്ക് പിന്നെ ബോധ്യപ്പെട്ടു. പിന്നെ സമസ്ത ഹക്കീം വൈസിക്കെതിരെ തീരുമാനമെടുത്തു. നിങ്ങൾക്കറിയാലോ എന്തേ ആ അന്തം അവിടെ ഉള്ളവർക്ക് ഉണ്ടായില്ല. ഞങ്ങൾ വലിയ ആളാക്കുന്ന ആളുകളെ മോശമാക്കല്ല, അല്ലെങ്കിൽ ഓലാണുള്ളത് ആദ്യം പറയേണ്ടത്. ഞാൻ പറഞ്ഞ് ഇന്ന കുരിപ്പാട് പള്ള നിറച്ച് ചീത്ത പറഞ്ഞതിന് ശേഷം അതിൻ്റെ ശേഷം കാര്യങ്ങൾ ഇയാൾ പറഞ്ഞത് ശരിയാന്നാണ് മനസ്സിലാക്കുകയും അവർ എനിക്കൊരു അനുമോദനം പോലും ഒരു തന്നില്ല. ഒരു തോർത്തുമുണ്ട് പിന്നെ പീടിയിൽ വാങ്ങിയാണ് എൻ്റെ തോൾ വീട്ടാൽ മതി, കാസും ഏതായാലും കാര്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കുന്നത് നമുക്കൊരു ഉപകാരമാണ് എന്നൊരു പറഞ്ഞു. ഇല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. CICന്റെ പ്രശ്നത്തിന് അടിസ്ഥാന കാരണം അതിന് പറഞ്ഞ ചീത്തക്ക് കയ്യും കണക്കില്ല. SKSF കഴിഞ്ഞു. പിന്നെ എന്തൊക്കെ ഇവിടെ ഉണ്ടായി? പട്ടിക്കാട് ജാമിയ നൂരിയയിൽ പിന്നെ വഹാബിയത്തിന് കിതാബ് തൗഹീദ് കവിതയാക്കി ആൾ പഠിപ്പിക്കുന്നുണ്ട്. അയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ വഹാബിയാണ്, അയാളെ പുറത്താക്കണമെന്ന് തീരുമാനം എടുക്കണം എന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനല്ലേ. അതിനുശേഷം നിങ്ങളെ ഷജറകളെ നേതാക്കന്മാർ എനിക്കെതിരെ എന്തൊക്കെ കുതിര വിട്ടു. സൽമാൻ കരുളായി എന്ന് പറഞ്ഞ ചങ്ങായി എനിക്കെതിരെ ഇറക്കിയ വീഡിയോ നിങ്ങൾക്കറിയില്ലേ, നിങ്ങളൊക്കെ കേട്ടല്ലേ. അവസാനം എന്തായി? ഇതിന്റെ ചീത്ത മുഴുവൻ എന്നെ പറഞ്ഞു. അവസാനം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അപ്പോൾ സമസ്തയും തീരുമാനമെടുത്തു. ഉത്തരവാദി ആരാ? ഇതിനൊക്കെ അടിസ്ഥാന കാരണക്കാരൻ ആരാ? എവിടുന്ന് അതൊക്കെ ഉണ്ടായത്? ഇപ്പൊ നിങ്ങൾ ഫണ്ട് ഞാൻ തന്നു, പക്ഷെ ഈ ഫണ്ട് സമസ്തക്ക് നഷ്ടമായിരിക്കും. ഇപ്പൊ ഉണ്ടാക്കി 41 കോടി ബമ്പൻ നഷ്ടം സമസ്തക്ക് ഉണ്ടാക്കും. അതിന്റെ ഒരു തിരിച്ചറിവാണ്. വലിയ ദുരന്തമാണ്, വലിയ ദുരന്തത്തിലേക്ക് പോകാണ്. ചെറിയ ദുരന്തമൊന്നുമല്ല, ഭയങ്കര ദുരന്തമായിരിക്കും. അതെന്താണ് ഞാൻ പറഞ്ഞിപ്പോ നിങ്ങൾക്ക് മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾക്കോട്ട് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഇതന്നെ ഇടങ്ങാറായി കുത്തിരിക്കപ്പോ ഞാനിതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് പൊന്നു മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ദയവായി 2 കാര്യം ഇതിലുള്ളൂ. ഇത് മാത്രമൊന്നുമല്ല, സമസ്തക്ക് നഷ്ടേ ഉള്ളൂ. 100ാം വാർഷികം സമസ്തക്ക് നഷ്ടമായിരിക്കും. ഇപ്പോഴുള്ള യാത്ര സമസ്തക്ക് നഷ്ടമായിരിക്കും. ഇപ്പൊ ഈ നടത്തിയ യാത്ര സമസ്തക്ക് നഷ്ടമാണ്. 100ാം വാർഷികം സമസ്തക്ക് നഷ്ടമാണ്. ഈ കൊലത്തിൽ നടത്തൽ 100ാം വാർഷികം നടത്താം. അത് വേറൊരു പണിയിലാണ് നടത്തുന്നത്. ഇപ്പോൾ ഈ കൊലത്തിലല്ല, ദുബായിലാണ് അതിന്റെ പ്രചാരണം ഉദ്ഘാടനം. അത് വമ്പൻ നഷ്ടമാണ്. ഒക്കെ വലിയ നഷ്ടം സമുദായത്തിന് ഉണ്ടാക്കും. ഇതൊക്കെ ഒരു മനുഷ്യൻ തിരിച്ചറിയുന്നൊരു മനുഷ്യന് പറയുമ്പോൾ പിന്നെ മനസ്സിലാക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയും നിങ്ങളാ പറഞ്ഞ കാര്യമായിരുന്നു, അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും അൽഹംദുലില്ലാ, എന്നാലും പിന്നെ തിരുത്തിയാൽ മതി. പിന്നെ തിരുത്തുമല്ലോ. പിന്നെ പാട്ടിക്കാട് ജാമ്യയിൽ സമരം നടന്നു എനിക്കെതിരെ. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ എനിക്കെതിരെ സമരം നടന്നു. ഒരു അസറിന്റെ ശേഷം കുട്ടികൾ വലിയ പ്ലേ കാർഡ് പിടിച്ച് ഞങ്ങൾ ഉസ്താദുമാർ വഹാബികൾ എല്ലാവരും ഞങ്ങളെ വഹാബിയത്ത് പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്കെതിരെ ഗോ ബാക്ക് വിളിച്ച് വലിയ പരിപാടി നടന്നു പട്ടിക്കാട് ജാമിയ നൂരിയയിൽ.
അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ് സത്യമുണ്ട് എന്നുള്ളത് പിന്നെ ബോധ്യപ്പെട്ടു. ഇന്നുള്ള ചീറ്റൊക്കെ നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞു. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും അല്ലാഹു ബുദ്ധി കൊടുത്തില്ല. എന്താ ഇവര് മനസ്സിലാക്കാൻ? ബുദ്ധിയില്ലായ്മയാണ് നടക്കണം. അപ്പൊ പിന്നെ നിങ്ങളിപ്പോ അതിന്റെ ബാക്കിയാണല്ലോ. ഞാൻ പറഞ്ഞ എന്റെ കുട്ടിയൊക്കെ മനസ്സിലാവൂല. ഞാൻ ഈ പറയുന്ന സമുദായത്തിനൊന്നുമല്ല, ഞാനൊരു ലാഭത്തിന് വേണ്ടി പറഞ്ഞ കാര്യമല്ല. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നോട് പലവട്ടം പറഞ്ഞാണ് സംഘടന വിട്ടു പോകരുത് എന്ന്. അപ്പൊ ഞാൻ പോകുന്നു. എന്താ കാരണം? എനിക്കറിയാം സംഘടനയിൽ ഇനി എന്നെപ്പോലത്തെ ഒരാൾ നിൽക്കുന്നതിൽ ഹൈറില്ല. പിന്നെ പുറത്തുനിന്നുള്ള തട്ടും തടവുകൾ പരിഹരിക്കാം. അകത്ത് ഇന്നപ്പോഴത്തേക്ക് പണിയില്ല. കാരണം ലോകാവസാനം അടുക്കുകയാണ്. അത്രയ്ക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിലൊന്നും കൂടുതൽ വർത്തമാനം പറയാനില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവുമെങ്കിൽ ഞാൻ അതിന് രാജ്യമൊക്കെ കുട്ടികളെ, നിങ്ങളെല്ലാവരും പ്രയാസമാണെങ്കിൽ ഞാൻ ദാറുൽ ഖുർആൻ നിങ്ങൾക്ക് കുട്ടികളാ അതെന്നെ കൈവശം. എനിക്കിതൊന്നും ആഗ്രഹം, ഞാൻ ഹക്കീം ഫൈസിയല്ല, ഞാൻ ഇതൊന്നും കൈവശം വെക്കൂല. എങ്ങനെ ആവശ്യമല്ല, എനിക്ക് അതിന് 10 രൂപേന്റെ ലാഭമില്ല. ഞാൻ അവിടുത്തെ ജോലിക്കാരനല്ല. ഞാനവിടെ ഇപ്പൊ നിന്ന് നേരമ്പത്തിലാണ് 2 വട്ടം വെക്കുന്നത് ദാറുൽ ഖുർആനില്. എന്റെ എണ്ണ അടിച്ചു പോവുകയാണ്. ഒരു ഇന്നോവ വണ്ടിയിൽ എണ്ണ അടിച്ചു പോയി ഡ്രൈവർക്ക് ശമ്പളം കൊടുത്ത് പോണ ഒരാൾക്ക് എത്ര പ്രയാസം ഉണ്ടാവും നിങ്ങൾക്കറിയാലോ. അപ്പൊ എന്റെ കുട്ടികൾക്ക് ദാറുൽ ഖുർആൻ ഞാൻ പോണോ അതും ഞാൻ ചെയ്യാ. പക്ഷെ പറച്ച് ഞാൻ നിർത്തൂല. എന്തുകൊണ്ട്? ഇന്നല്ലെങ്കിൽ നാളെ സമുദായത്തിന് ബോധം വരുമ്പോ ഒരു ചങ്ങായി ഇത് നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറയണമെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടാണല്ലോ. ഇപ്പൊ ജിഫ്രി തങ്ങൾ ഈ ആഴ്ച പറഞ്ഞ മുഴുവൻ തെറ്റാ, പച്ചത്തെറ്റ്. കാരണം തിർക്കുൽ മുവല്ലാത്ത് അതല്ല. ഞാൻ പിന്നെ അതെന്താ പറയാത്തത്? ഇന്നത്തെ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പ്രഭാഷണത്തിൽ ജിഫ്രി തങ്ങൾക്ക് പറഞ്ഞത് തെറ്റാണ്, സൂചിപ്പിച്ചിട്ടുണ്ട്. പേര് പറഞ്ഞിട്ടില്ല. പേര് പറയുമ്പോൾ ഒരു വിഷമുണ്ടല്ലോ. എനിക്കും അയാളോട് ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞൊക്കെ വഹാബിയത്താണ്. മുൻകാലത്ത് എഴുതി വെച്ചത് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് പ്രശ്നമാണ്? തിരുത്തുന്നതിൽ എന്താണ്? ഇതല്ലേ സത്യം. ഇവിടെ ബുഖാരി പറഞ്ഞത് തന്നെ ശരിയാക്കുക എന്നതല്ലല്ലോ, നബിയുടെ ശരിയാണെന്ന് അറിയിച്ചു കൊടുക്കല്ലേ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഴിക്കപ്പെട്ടാലും വേണ്ടില്ല, ബുഖാരി അത് ശരിയാക്കണം. അത് ഇവിടുത്തെ ന്യായമാണ്. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബുഖാരി തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ പലതും നമുക്ക് തെറ്റാന്ന് പറയേണ്ടി വരും. അല്ല, ഞാൻ തെറ്റ് ശരിയെന്ന് പറയല്ല. തെറ്റിലേക്ക് ഇനിയും നമ്മൾക്ക് ചർച്ച നടത്തിയിട്ട് കണ്ടെത്തിയ ഒരു വസ്തുത കണ്ടെത്തിയാൽ ബുഖാരി നബി അല്ലല്ലോ. ഷംസുല്ലമ അല്ലെങ്കിൽ ബുഖാരി അല്ലെങ്കിൽ മഖ്ദൂം ഒരു കാര്യം പറഞ്ഞാൽ തെറ്റാവുന്നതിന് എന്താ പ്രശ്നം? മഖ്ദൂം നബിയാണ്? മഖ്ദൂം നബി അല്ലല്ലോ. പിന്നെ എന്താ പറയാ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു കാര്യം പറഞ്ഞത് തെറ്റായാൽ എന്താ പ്രശ്നം? വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നൊരു 1,24,001 നബി ഉണ്ടോ? അതില്ലല്ലോ. അവർക്കൊക്കെ തെറ്റ് പറ്റാലോ. ഷാഫി ഇമാമ പറഞ്ഞതിൽ ഒന്ന് തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താണ്? നബിയല്ലല്ലോ. ഫീകുൽ ഇമാം മാലിക്കിന്റെ ഒരു വാക്കുണ്ട്, ഫീകുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ ഇല്ലാ ഖൗലു സ്വാഹിബി ഹാദൽ ഖബർ. മുത്ത റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ നിന്നിട്ട് ഈ വാക്ക് പറയുന്നത്. ഫീകുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ, ആര് പറഞ്ഞതിലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാകും. ഇല്ലാ ഖൗലു സ്വാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ മാത്രം അങ്ങനെയില്ല. തള്ളപ്പെടേണ്ടതില്ല, സ്വീകരിക്കപ്പെടേണ്ടതേ ഉള്ളൂ. അപ്പൊ ആത്യന്തികമായി സിദ്ദീഖുൽ അക്ബർ പേച്ചത് ഇസ്ലാമിക ചരിത്രത്തിലുണ്ടല്ലോ. സിദ്ദീഖുൽ അക്ബർ ഖുർആനെ പുസ്തകത്തിലാക്കരുത് എന്ന വാശിക്കാരനായിരുന്നു. ഉമർ പറഞ്ഞു നിർബന്ധമായും ആക്കണം. പിന്നീട് സിദ്ദീഖിന് ബോധ്യപ്പെട്ടു. അപ്പോൾ സിദ്ദീഖ് പറഞ്ഞു പേച്ചു പോയി. സിദ്ദീഖിന് പേച്ചിട്ട് പിന്നെ ഇപ്പോഴത്തെ മദ്രസ ബുക്കിൽ പേക്കുന്നതിന് എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? തിരുത്തുന്നിടത്ത് നമുക്ക് നന്മയുള്ളൂ. എന്തുകൊണ്ട്? നമ്മൾ ധരിച്ചതിന് അപ്പുറത്തേരുന്ന സത്യം, ഇതാണ് വസ്തുത. എന്താ പ്രശ്നമുള്ളൂ? ഒന്നല്ലല്ലോ, ഒന്നിരിക്കൽ വിവാഹപ്രായം മദ്രസ. നമ്മുടെ മലയാളക്കരയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രാമാണിക പണ്ഡിതന്മാരിൽ പല വിഷയത്തിലും അദ്ദേഹം നമ്മളെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു പ്രാമാണിക പണ്ഡിതൻ തന്നെയാണ്. പണ്ഡിതനെ അദ്ദേഹത്തിന് കിട്ടുന്ന ഡേറ്റാസ് അനുസരിച്ചും മറ്റുള്ള സാഹചര്യ തെളിവുകളിലേക്ക് ചേർത്ത് അദ്ദേഹത്തിന് അഭിപ്രായം രൂപപ്പെടുത്താവുന്നതാണ്. നമ്മളിൽ ഭൂരിപക്ഷം പള്ളികളിലും ഈ കൊല്ലവും അദ്ദേഹത്തിന്റെ ഈ വീക്ഷണത്തിന് എതിരായിട്ട് തന്നെ മൗലൂദ് നടന്നത്.
എന്നാൽ നമ്മൾ അദ്ദേഹത്തെ ചവിട്ടി വിളിക്കാൻ പോയോ? ഇല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയാൻ സമയം അനുവദിക്കണം. ഇത് ഏതോ നിരീശ്വരവാദി പറഞ്ഞ എഴുന്നള്ളത്താണ്, ഇത് പുളിച്ചു തേട്ടിയ വാദാന്ന് പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല. ഇതൊക്കെ പറയാനുള്ള അവകാശം പണ്ഡിതന്മാർക്കുണ്ട്. ഞാൻ പറയും ചെയ്തു, ഞാൻ പണ്ഡിതനല്ല. പണ്ഡിതന്മാരുടെ ആറായിനെ കളക്ട് ചെയ്യാണ്. ഇന്നല്ലെങ്കിൽ നാളെ സൊസൈറ്റിക്ക് അതിൽ ഉപകാരം ഉണ്ടാവും. ഇന്നേ ഉപകാരമുണ്ട്. അതേ സമയത്ത് ഇത് അവസാനത്തെ ഖണ്ഡിതമായ വാക്കല്ല. അങ്ങനെ എവിടെ നിങ്ങൾ ഞാൻ എൻ്റെ വാക്കിന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ്, അങ്ങനെയില്ല. അത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഇതൊക്കെ പറയാനുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട്. എന്നാ ഡേറ്റാസോ ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പാണ് ജനിച്ചത്. 2 നേരത്തെ തന്നെയാണോ ജനിക്കുക? സുബഹിക്ക് മുമ്പാണ് ജനിച്ചത് ഒരു വീക്ഷണം, അല്ല സുബഹിക്ക് ശേഷമാണ് ജനിച്ചത്. ഈ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവും. ആ വീക്ഷണങ്ങളെ കളക്ട് ചെയ്തിട്ട് ഒരു പണ്ഡിതന് ഏറ്റവും ബോധ്യപ്പെട്ടത് അദ്ദേഹം പറയും, മറ്റൊരു പണ്ഡിതന് ബോധ്യപ്പെട്ടത് അദ്ദേഹവും പറയും. ഇവരെല്ലാം ഒരു മജ്‌ലിസിൽ ഒരുമിച്ച് കൂടും. ഇവരെല്ലാവരും നമ്മൾ ബഹുമാനിക്കും. ഇവരെല്ലാവരും നമ്മളെ പണ്ഡിതന്മാർ തന്നെയാണ്. സംഘടന വരാണെങ്കിലും പണ്ഡിതൻ തന്നെയാണ്. അവസാനമായ ഒരു കാര്യം പറയട്ടെ. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ദഈഫാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ഹദീസ് പോലും സ്വഹീഹ് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയൂല. ഇലാഹിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അപാരമായ തൗഫീഖ് നൽകിയ ഇലാഹിയായ സഹായം സദാസമയവും ലഭ്യമായ ലോകം കണ്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന കാര്യത്തിൽ കേരളത്തിൽ ഞാൻ 100 കണക്കിന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതേ സമയത്ത് ഒരു ചാനലിൽ ഒരു ചാനലിൽ ചോദ്യത്തിന് മറുപടി പറയവേ ഇമാം ബുഖാരിക്ക് എന്താ തെറ്റുപറ്റിക്കൂടെ എന്ന വാക്ക് അദബുകേടാണ്. ഒരു അദബുകേടായി ഒരു സ്ഖലിതം എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് വന്നതാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ 100% സുന്നിയ ഒരാളാണ്. 100% സുന്നിയാണ്. ഞാൻ ചേകനൂരല്ല. നിങ്ങൾക്കറിയാം, പറയുമ്പോഴും നിങ്ങൾക്കറിയാം ഞാൻ ചേകനൂരല്ല. നിങ്ങൾക്കറിയാം ഞാൻ ഖാദിയാനിയല്ല. നിങ്ങൾക്കിതൊക്കെ അറിയാം. പിന്നെ എൻ്റെ പ്രഭാഷണങ്ങൾ പലപ്പോഴും എതിരായി ചർച്ചയായി വന്നിട്ടുണ്ട്. കേരളത്തിൽ പല ചർച്ചയും വന്നിട്ടുണ്ട്. 10-26 കൊല്ലായി രാവും പകലും പ്രസംഗിക്കുന്നു. 10,000-കണക്കിന് പ്രസംഗങ്ങളുണ്ട്. യൂട്യൂബിൽ തന്നെ ഉണ്ട്, ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട് 10,000-കണക്കിന് ഭാഷണങ്ങൾ. അതേ പുരസ്കരിച്ച് ചില പദപ്രയോഗങ്ങൾ, വതിരി വിട്ടുപോകുന്ന പദപ്രയോഗങ്ങൾ അറിയാതെ എന്നിൽ നിന്ന് വന്നുപോകും. പിന്നീട് അതിനെക്കുറിച്ച് ഖേദപ്രകടനം നടത്തും. അത് മനുഷ്യരും എന്ന സ്ഖലിതങ്ങളാണ്. ചേകനൂര എന്ന് പറയുന്നതിന് സത്യം പറഞ്ഞാൽ ഇതുമായി സംബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ, ഒരു ചാനലിൻ്റെ ചോദ്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞു, ഇത് സ്ഖലിതങ്ങളായി വന്നുപോയതാണ്, അബദ്ധങ്ങൾ. എന്താ സിദ്ദീഖുൽ അക്ബർ തെറ്റുപറ്റിക്കൂടെ? എന്താ ഉമർ മഖ്താബിന് തെറ്റുപറ്റിക്കൂടെ? എന്താ ശംസുലമക്ക് തെറ്റുപറ്റിക്കൂടെ? ഇതൊക്കെ എൻ്റെ വന്നുപോയ അബദ്ധങ്ങളാണ്. അത് അബദ്ധമായി, അതായത് അദബ് കെട്ട വാക്കുകൾ. വസ്തുത സത്യമാണ്. അതേ സമയത്ത് അത് അദബ് കെട്ട വാക്കാണ്, ഒരിക്കലും പറയാൻ പാടില്ല. അത് എഡിറ്റ് ചെയ്ത് വൃത്തിയായിട്ടാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. ആ ചാനലുകാർ തന്നെ എന്നോട് പറയുകയും ചെയ്തതാണ് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാൻ എനിക്ക് അയച്ചുതരുകയും ചെയ്തു. പക്ഷെ എൻ്റെ തിരക്ക് കാരണം അത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എഡിറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു, അപ്പോൾ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരങ്ങനത്തെ പ്രസിദ്ധീകരിച്ചു, അവർ കുറ്റക്കാരുമല്ല. അതേ സമയത്ത് നിങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഞാൻ ചേകനൂരാണ്. കുത്താൻ പറ്റുന്ന അവസരം ഉപയോഗപ്പെടുത്തരുത്. ഒരു സുന്നിയായ ഒരു ബനൽ അമീറുൽ മദീന എന്ന് പറഞ്ഞാൽ അതൊരു മജാസിയായ വാക്കാണ്. അമീറാണ് പട്ടണം ഉണ്ടാക്കിയത്, മജാസിയായ വാക്കാണ്. അതൊരു മുവഹിദിൽ നിന്നുണ്ടായാൽ അമ്പത്ത റബീഉൽ ബഖല, വസന്തം ചെടിയെ ഉണ്ടാക്കി എന്നൊരു മുവഹിദായ മനുഷ്യൻ പറയുമ്പോൾ അതൊരു മജാസിയായ വാക്കാണ്. അത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. അതിന് 100% സുന്നിയ ഒരു മനുഷ്യനായി ഇത് പറയുന്നത്. അപ്പോൾ വാക്കിൽ വന്ന സ്ഖലിതമാകാം. എനിക്കെതിരെ നിങ്ങൾ ചേകനൂരും ഖാദിയാനും ആരോപിക്കുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് എന്നോടൊന്ന് വിളിച്ചു ചോദിക്കണം. ആ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യൻ, ഒരു സുന്നി പ്രഭാഷകനായ നല്ല മനുഷ്യൻ എന്നോട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനൊരു വാക്ക് കേൾക്കുന്നുണ്ടല്ലേ, എന്ത് പറ്റിപ്പോയതാണ്? അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, അതൊരു സ്ഖലിതം വന്നുപോയതാണ്. ഡേറ്റാസ് പറയുന്ന സന്ദർഭത്തിൽ അറിയാതെ വന്നു പോയതാണ്. എഡിറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ അതിനെപ്പറ്റി ചർച്ചയില്ല. അതൊന്ന് എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഖേദപ്രകടനം നടത്തണമേ എന്ന് അദ്ദേഹം, നല്ലൊരു മനുഷ്യൻ, നല്ല മനുഷ്യൻ. ഞാൻ അവരെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, പിന്നീട് ആവശ്യമെങ്കിൽ വെളിപ്പെടുത്തും. അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചോദിക്കേണ്ട ഒരു ബാധ്യതയല്ലേ? കുത്താനുള്ള അവസരം ഉപയോഗപ്പെടുത്തണോ വേണ്ടത്? ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളല്ലേ? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണല്ലോ.
എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക. ഒരു സംഘം ആളുകൾക്ക് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.